വിമർശനങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ സർക്കാർ തീരുമാനത്തിൽ കൂടിയാലോചനയ്ക്ക് തയ്യാറെടുക്കുകയാണ് UDF. നികുതി ഇളവ് ചർച്ച ചെയ്ത ശേഷം മാത്രമേ നടപ്പാക്കൂവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും റവന്യൂ മന്ത്രി AP അനിൽകുമാറും ഇന്ന് വ്യക്തമാക്കി. മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം UDF ചർച്ച ചെയ്യും. കോൺഗ്രസിന് മദ്യനയമുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ടുവരിക. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മദ്യനയം ഉണ്ടാകും. ആ മദ്യനയം ഉണ്ടാകുമ്പോൾ എല്ലാ ആശങ്കകളും മാറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് അത് മാറ്റും. നമ്മുടെ ലക്ഷ്യം എന്താണ്? പുതിയ തലമുറയെ രക്ഷിക്കുക. ഈ വീര്യം കുറഞ്ഞ ലഹരിക്ക് നികുതി ഇളവ് കുറച്ചു കൊടുക്കുന്നു. മാത്രമല്ല, എക്സൈസ് മന്ത്രി പോലും അറിയാതെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള നടപടി ചെയ്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെ പോലെ ഏകപക്ഷീയമായിട്ടല്ല, ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ലീഡർഷിപ്പ് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉൾക്കൊള്ളും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് മന്ത്രി K. മുരളീധരനും പ്രതികരിച്ചു. PM സുധീരന്റെ പരസ്യ പ്രതികരണത്തിൽ നിലപാട് പറയേണ്ടത് KPCC ആണെന്നും K. മുരളീധരൻ പറഞ്ഞു. നടത്തണമെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടണം. അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ അത് തീരുമാനിക്കേണ്ട KPCC ആണ്, ഞാനല്ല. ലഹരിക്ക് അനുകൂലം എന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കരുതെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. പൊതുസമൂഹത്തിൽ നിന്നുയർന്ന വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് വളരെ ഭാവാത്മകമായൊരു തീരുമാനമാണ്. അതിൻ്റെ പുകമറയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നിലപാടുകളെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി എടുത്ത ആർജവത്വം അഥവാ ധീരത അത് തികച്ചും അഭിനന്ദനാർഹമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനോട് ഞങ്ങൾക്കുള്ള ആദരവും ഈ കാര്യത്തിലുള്ള നന്ദിയും ഹൃദയപൂർവ്വം അറിയിക്കും. മദ്യത്തിന് അനുകൂലമായ ഒരു നിലപാടും ഈ പൊതുസമൂഹം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതേസമയം ധനബില്ല് മാറ്റം കൂടാതെ പാസ്സാക്കുന്നതിന് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിന് ശ്രമിക്കും മുഖ്യമന്ത്രി VD സതീശൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ഉണ്ട്. അലക്സ്, VM സുധീരൻ കടുത്ത ഭാഷയിലും പിന്നീട് ഈ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക അംഗങ്ങളും മൃദുവായ ഭാഷയിലും പറയുന്നത് പാർട്ടിക്കകത്തും അതുപോലെ തന്നെ മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷം മാത്രമേ വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകൂ എന്നാണ്. ഇപ്പോൾ ബിഷപ്പ് പാംപ്ലാനി പറയുന്നത് മദ്യത്തിന് അനുകൂലമെന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടാകരുതെന്നാണ്. ഇതെല്ലാം മാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കുമോ, അല്ലെങ്കിൽ ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ പാകത്തിലാണോ ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനുള്ളത്? ധനബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഈ നിർദ്ദേശം ഒഴിവാക്കണമെന്ന VM സുധീരന്റെ ആവശ്യം പരിഗണിക്കപ്പെടുമോ? അതിനു മുൻപ് ഈ കാര്യത്തിൽ UDF-നകത്തും പാർട്ടിക്കകത്തും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ VD സതീശന് കഴിയുമോ? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച സംഭവം കോൺഗ്രസിനുള്ളിൽ കലങ്ങി മറിയുകയാണ്. അത് കോൺഗ്രസിലെ നിലവിലെ സമവാക്യങ്ങൾ, അതായത് പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിലുണ്ടായിരുന്ന സമവാക്യങ്ങളിൽ മാറ്റം വരുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നേരത്തെ തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ആവശ്യമെങ്കിൽ പാർട്ടി നടത്തും, UDF നടത്തുമെന്ന് നേരത്തെ പരസ്യമായി പ്രതികരിച്ചിരുന്നു. അതിനുശേഷമാണ് മുതിർന്ന നേതാവ് കൂടിയ VM സുധീരനെതിരെ കർശന ഭാഷയിൽ രംഗത്തെത്തിയത്. VM സുധീരന്റെ പരസ്യ പ്രതികരണത്തിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത വിയോജിപ്പുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം, UDF-ൽ ഈ നികുതി കുറച്ച തീരുമാനം, അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനം UDF-ൽ ചർച്ച ചെയ്യുമെന്ന ഈ വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയെ അറിയിച്ചതാണ്. പക്ഷേ ഇനി എത്ര ദിവസമാണ് UDF ചേരാൻ ബാക്കിയുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം 1-ാം തീയതി ഇത് ഫിനാൻസ് ബില്ലിൽ, ധനബില്ലിൽ ഇത് സഭയിലേക്ക് എത്തുകയാണ്. ധനബില്ലിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ നികുതി ഇളവ് പ്രാബല്യത്തിൽ വരും. പിന്നെ ഇത് UDF-ൽ ചർച്ച ചെയ്തിട്ട് എന്തു കാര്യം എന്നുള്ളതാണ് VM സുധീരൻ തന്നെ ചോദിക്കുന്നത്. അത് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം കർശന നിലപാട് VM സുധീരൻ എടുക്കുന്നു. പക്ഷേ അതിനുള്ളിൽ UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ മറ്റു മന്ത്രിമാർ ന്യായീകരിക്കുകയും അവർ ആ വാദം പുറത്തവർ പറയുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം,
UDF എപ്പോൾ വിളിച്ചു ചേർക്കും എന്നുള്ളത് സംബന്ധിച്ചാണ്. ഈ ദിവസങ്ങളിൽ, അതായത് ഇന്ന് 26 ഇനി കഷ്ടിച്ച് 4-5 ദിവസമാണ് ബാക്കിയുള്ളത്. ഇനിയും എപ്പോൾ UDFന്റെ കക്ഷി നേതാക്കളെ കാണുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായ ഒരു തീരുമാനം പാർട്ടിയെ സംബന്ധിച്ച് വന്നിട്ടില്ല. ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. കാരണം അതിനുശേഷം അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങും. തൊട്ടടുത്ത ദിവസങ്ങളിലും നിലവിൽ ഇതുവരെ UDF എപ്പോൾ ചേരുമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇനി കക്ഷി നേതാക്കളുമായുള്ള സംസാരം, അതായത് കക്ഷി നിലനിൽക്കുന്നുണ്ടെന്നാണ് അലക്സിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF എപ്പോൾ ചേരും എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ UDF യോഗം ചേരുകയും വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് ഇളവ് നൽകി വിൽക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു നയം ആ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യം എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യം അവശേഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.